റിപ്പോർട്ടർ വാർത്താ പരമ്പരയായ എയ്ഡഡ് നിയമനക്കൊള്ളയിലെ കണ്ടെത്തലുകൾ ശരിവെച്ച് പോലീസും. മാനേജർ VC പ്രവീൺ നടത്തിയത് വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്നും ലക്ഷങ്ങൾ വാങ്ങി സ്ഥിരം നിയമനം നൽകാതെ വഞ്ചിച്ചത് നിരവധി അധ്യാപകരെയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. VC പ്രവീണിൻ്റെ തട്ടിപ്പുകൾ ഒന്നൊഴിയാതെ പോലീസ് റിപ്പോർട്ടിലുമുണ്ട്. പ്രവീൺ പറ്റിച്ചത് അധ്യാപക ജോലി സ്വപ്നം കണ്ടവരെയാണ്. പ്രവീണിൻ്റെ തട്ടിപ്പ് വലിയ മാധ്യമ ശ്രദ്ധ നേടി. പ്രവീൺ SSLC തോറ്റയാളാണ്. വിദേശത്ത് പോകാനെന്ന പേരിൽ അവധിയെടുത്ത് മുങ്ങി നടന്നു. 2019 തിരിച്ച് ജോലിയിൽ കയറേണ്ടയാൾ ഇപ്പോൾ തുടരുന്നത് അനധികൃത അവധിയിലാണെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. VC പ്രവീൺ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കൂരിക്കുഴി സ്കൂളിൽ നിലവിൽ ജോലി ചെയ്യുന്ന 34 പേരിൽ 16 പേരും അനധികൃത തസ്തികകളിലാണ് തുടരുന്നതെന്നും പോലീസ് പറയുന്നു. 10 വർഷമായിട്ടും ₹1 ശമ്പളം കിട്ടാതെ ജോലിയിൽ തുടരുന്നവരും ഇക്കൂട്ടത്തിലുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. കുട്ടികളുടെ ഹാജർ പരിശോധന നടക്കുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് കുട്ടികളെ എത്തിക്കും. സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് കിട്ടേണ്ട സൗജന്യ യൂണിഫോം, ഉച്ചഭക്ഷണം, സ്കോളർഷിപ്പ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നഷ്ടമായെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് പലതവണ നോട്ടീസ് നൽകിയിട്ടും പ്രവീൺ ഹാജരായില്ലെന്നും സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കയ്പമംഗലം പോലീസ് കൊടുങ്ങല്ലൂർ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. എയ്ഡഡ് കൊള്ള എന്ന SIT പരമ്പരയിലൂടെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നതെല്ലാം പോലീസ് സ്ഥിരീകരിക്കുമ്പോൾ ഇനിയിപ്പോൾ വേണ്ടത് കർശന നടപടിയാണ്. പോലീസും വിദ്യാഭ്യാസ വകുപ്പും നടപടിയിലേക്ക് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.